paradise of Vera and Isa. ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അബ്ബ എന്നെ സ്കൂളിൽ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് വിശക്കുണ്ടായി. അപ്പോൾ ഒരു കടയിൽ കയറി. അവിടെ പാർക്ക് ഒരു കടയിൽ കേട്ടോ, നിറച്ച് വെള്ളമൊക്കെ ആയിട്ട്. അപ്പം ആ കടയിൽ കയറി ഞാൻ ചട്ടിച്ചോറ് കഴിച്ചു. അടിപൊളി സ്പോട്ടാണ്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. വൈകുന്നേരം എൻ്റെ ഒരു വ്ലോഗാണ് ഇട്ടത്. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഇത് കുറച്ച് സാധനം മാളെ കൊടുങ്ങല്ലൂര് വന്ന റൂട്ടാണ് കേട്ടോ. ഇവിടെ കയറാനായിട്ട് ഒരാൾക്ക് 20 റുപ്പീസാണ് കേട്ടോ. എനിക്ക് പൈസ വേണ്ടിയില്ല. ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. കൊണ്ടുവരാൻ വന്ന അപ്പനോട് ഒരു കട കണ്ടപ്പോൾ അപ്പം ഇന്ന് ഈവനിങ് ന്യൂസിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോയതാണ്. അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് ഒരു നല്ല അടിപൊളി സ്പോട്ട് കണ്ട് അപ്പം ഒന്ന് നിർത്തിയതാണ്. അപ്പം ഇവിടേക്ക് കയറാനായിട്ട് എൻട്രി ഫീ വരുന്നത് 20 റുപ്പീസാണ് കേട്ടോ, പെർ ഹെഡ്. ഈ ന്യൂസിൻ്റെ ബസ് നമ്പർ 20 ആണ്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. വീഴണ്ട. വാടാ, അബ്ബ വരും. അല്ലില്ല അല്ലേ, എവിടെ പോകുമ്പോഴും അല്ലു ഉണ്ടാവൂല, പാവം. അല്ലു ഉറങ്ങാണ് കിടന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി സ്ഥലം? നല്ല സ്ഥലമല്ലേ, എനിക്കിഷ്ടമായി. ഞാൻ വിചാരിച്ച് കളിക്കാനൊക്കെ പാർക്ക്, പക്ഷെ അവിടെ പാർക്ക് ഉണ്ടായില്ല. മുടിയൊക്കെ പറക്കണോക്കി എവിടെ നോക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്ന് കമന്റ് ചെയ്യണോട്ടാ. ന്യൂസിന്റെ സ്കൂളിലെ ഹെയർ സ്റ്റൈലാണിത് അല്ലേ, ഹൈ പോണി ടൈല്. അവിടെ കമ്പൽസറിയാണ് ഇതുപോലെ കെട്ടണം. ഇന്ന് എന്തൊക്കെയായിരുന്നു സ്കൂളിലെ വിശേഷങ്ങള്? രാവിലെ ഫുള്ള് കരഞ്ഞ് അല്ലേ? എവിടെ എന്നിട്ട് അത്തനെ വിളിച്ചല്ലേ വൈകിട്ട് കൊണ്ടുവരാൻ വരാൻ പറയാൻ. ഈ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കാണൂലേ. ഫുള്ള് പുഴയുണ്ടായിരുന്നു, നടുവീ കൂടെ നമ്മൾ നടക്കണം. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല കാച്ചായിരുന്നു കേട്ടോ. ഇവിടെ എന്തൊക്കെയാണോ ഉള്ളത്? ബോട്ടിങ്ങും ഫിഷിങ്ങും. പിന്നെ ന്യൂസിനോട് ആര് പറഞ്ഞു ഫിഷിംഗ് ഒക്കെ ഉണ്ടെന്ന്? പറഞ്ഞു നിങ്ങക്ക് മനസ്സിലായത്. നല്ല ഉച്ച ചോറ് വേണോ? ചിക്കൻ ഉണ്ടോന്ന് അറിയില്ല, നോക്കാം. ന്യൂസ് സ്കൂളിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല. സൗണ്ട് ഒക്കെ ഉണ്ട്. അവിടെ എന്തൊക്കെയോ ഉണ്ട്. നീന്താൻ അറിയേ? അവിടേക്ക് എത്താൻ കുറെ നടക്കാനുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ കാലൊക്കെ കടച്ചൊടിയായിരുന്നു. നല്ല കാറ്റുണ്ട്. മിസ് ഈ വ്ളോഗൊക്കെ കാണും. മിസ് പറയാ ഇത്രയും ചിരിക്കുമെന്ന് ചോദിക്കും. ക്ലാസ്സിൽ വെറുതെ കരച്ചിൽ തന്നെയാണല്ലോ. മിസ്സിന് അയച്ചു കൊടുക്ക ന്യൂസ് ഇങ്ങനെ ചിരിച്ച് നടക്കണത്.
ന്യൂസിന് പറ്റി ഒരു കുഞ്ഞി സൈക്കിൾ ഇരിക്കണ്ട അവിടെ. രാവിലെ കരഞ്ഞേട്ടണോ മൂക്കടപ്പായത്? പിന്നെ ഇവിടെ നമ്മ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. കുറച്ച് വാണിങ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ലവ് ചിഹ്നം, ഹാർട്ട്. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം കേട്ടോ. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വെള്ളത്തിന്റെ സൗണ്ട് ഉണ്ടോ? വെള്ളം മീനുണ്ടോ? നല്ല കാറ്റല്ലേ. കൂടെ നോക്കി നല്ലോണ്ട് കേട്ടോ. ആ ഹാർട്ടിന്റെ അവിടെ പോയിട്ട് വരാ. പയ്യപ്പോ നിക്ക്. നല്ല രസമുണ്ടല്ലോ. എടാ അവിടക്ക്. എവിടെ ഒന്നും കൂടെ കാണിച്ചേ. സൂപ്പർ. മിസ് പറയും സ്കൂളിൽ നിന്ന് വന്നിട്ട് അയ്യറ കറങ്ങാൻ നടക്കണെന്ന് പറയും. നാളെ ഇല്ലേ ക്ലാസ്? നാളെ കരയൂലല്ലോ. നാളെ കരയോ? അപ്പൊ ഇനി വിളിക്കാൻ വരില്ല കേട്ടാ. അച്ഛത്തൊക്കെ മീൻ കെട്ടാണ് എൻ്റെ അബ്ബ പറഞ്ഞന്ന്. ഞാൻ വിചാരിച്ച അവിടെ ഒരു വീടാണ്. ഞാൻ അബ്ബനോട് ചോദിച്ചപ്പേ ആ മീൻ കെട്ടണം എന്ന് പറഞ്ഞു. കേറിക്കോടാ കേട്ടാ. എവിടെയാണ് പോണത്? എന്തൊരു സന്തോഷം. പൊന്നോ പയ്യപ്പോ. വീഴൂല. അവിടെ ഇരുന്നു. അവിടെ ഇരിക്കടാ. എവിടെയാണ്? ഇവിടെയാണ് ഇരിക്കണ. അവിടെ ഇരുന്നോ. ഇനി സപ്പറം ഇരുന്നോ. ഇവിടെ അഴുക്ക്, മറച്ചഴുക്ക്. അവിടെ ഇരുന്നു. വേണ്ടതെന്ന് പറയും. ബോട്ടൊക്കെ കുഞ്ഞു കടൽ ബോട്ട് വേണ്ട. പിന്നെ എന്തിട്ടാണ് പറഞ്ഞ? എന്താ പറഞ്ഞല്ലേ? എന്തിട്ടാണ് പറഞ്ഞത്? ചട്ടി ബിരിയാണി. കൊറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടാ. പാൽ കപ്പയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഉണ്ടായിരുന്നു. എല്ലാം 5 മണിക്ക് ശേഷം ഉണ്ടാണ്. ഞങ്ങൾ പക്ഷെ നേരത്തെ എത്തിയ അതായിരുന്നു. എനിക്കതൊന്നും കിട്ടില്ല. വന്നവരൊക്കെ 5 മണി ശേഷം വന്നോട്ടോ. അപ്പണ് എല്ലാ ഐറ്റംസും ഉണ്ടാവണ. ഞങ്ങള് കുറച്ച് ദിവസം കഴിയുമ്പോ 5 മണിക്കൂടെ വരും. സ്കൂളിൽ കിടന്ന് ഉറങ്ങി അപ്പൊ ചാടി എണീക്കണ്ട്. കുഴപ്പമില്ല, രാവിലെ തന്നെ എണീക്കണല്ലേ. കുറച്ചേരം കുറയ്ക്കോട്ടോ. അപ്പൊ അതെന്റെ ചട്ടി ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം. നിക്കടാ നോക്കട്ടെ. ചെമ്മീനും തൈരും കൂടെ കഴിക്കാൻ പാടില്ല. ചട്ടി ബിരിയാണിയിൽ എന്തൊക്കെയുണ്ട്? ചിക്കന്, ബീഫ്, പ്രോൺസ്. ചെമ്മീൻ മാറ്റിയിട്ട് ഇത് സാലഡ് ഒഴിക്കാട്ടോ. നിക്കടാ. അപ്പൊ ചെമ്മീൻ മാറ്റട്ടെ. ഇതിലേണ്ട കഴിക്കണത് ചട്ടിച്ചോറ്. അതല്ലേ അങ്ങനെ പേര്.
ടേസ്റ്റ് ഉണ്ടോ? എരിവുണ്ടോ? ചേച്ചി കഴിച്ചോ? ചട്ടി ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നൂസ്. ബീഫിനും ചിക്കനൊക്കെ കുറച്ചിട്ടുണ്ടായി. അത് ഞാൻ ആദ്യം കഴിക്കാറില്ല. ഞാൻ സ്കൂളിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഫുഡ് തരും, വീട്ടിൽ നിന്നൊന്നും കൊണ്ടുണ്ട. ഞാനിങ്ങനെ ചട്ടിച്ചോറ് നിങ്ങൾക്ക് കൊതിയാവണ്ട. ഞാൻ ആദ്യമായിട്ടാണ് ചട്ടി ബിരിയാണി കഴിക്കണത്. നല്ലൊരു ഉണ്ട് ഇന്നൂസേ. അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് എനിക്ക് വണ്ടി എരിവുണ്ടായിട്ടോ. ഞങ്ങൾക്ക് തൊലി പോയിട്ടിന്ന്. അപ്പൊ ഞാൻ ഇത്രയും കഴിച്ചുള്ളൂ. എരിവുണ്ടായിരുന്നോ എടാ? അപ്പം ഇന്നൂസിന് നന്നായിട്ട് എരിഞ്ഞു. ഏതാണ് ഇന്നൂസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ? ചിക്കനാണോ ബീഫാണോ? പറയടാ. അല്ലേ മതിയിട്ടാ, വെള്ളം കളയല്ലേ അധികം. എന്ത് പൊക്കം വെച്ച്? വാടാ. ആ ആ വായതേ, അബ്ബ അവിടെ വെയിറ്റ് ചെയ്യണോ? തരാനായിട്ടേ എത്രയാണ് ചാർജ് എന്ന് വെച്ചു. അപ്പേ 100 rupees ആയിരുന്നു ബോട്ടിൽ കയറാം. നമുക്ക് കയറിയില്ല, എല്ലാവരും ഇല്ല തരാം. ഞാൻ അപ്പത്തെ മാത്രമുള്ളല്ലോ, ബാക്കി ആരും ഇല്ലല്ലോ. അപ്പൊ ഞങ്ങളെല്ലാവരും ഒരു ദിവസം വന്ന് ബോട്ടിലൊക്കെ കയറും. ഉണ്ട് അവിടെ ഇരിക്കുക. അല്ലും ഉമ്മയൊക്കെ ആയിട്ട് വരാട്ടെ ഒരു ദിവസം. ആ ഭയങ്കര ഓളമാണ്. നോക്കിയേ, വെള്ളം ഇതാണ്. നോക്കിയടാ എവിടെ? രണ്ടാളും കൂടെ വെള്ളത്തിൽ കൊണ്ടോട്ടെ. എവിടെ? രാജു ഡേവിസിൽ നിന്നാണ് ഓട്ടോ ഓടിക്കാൻ പഠിച്ചത് കുട്ടി. വെള്ളത്തേക്ക് ചാടി നീന്തും. ചാടാൻ അറിയില്ല, നീന്താൻ അറിയില്ല. പോന്നു സ്കൂളിലൊക്കെ ചെല്ലുമ്പോ അറിയാ ഇന്നൂസിന്റെ പാവത്തരം. ഓട്ടോ കേറുമ്പോ തന്നെ പൈസ കുറച്ച് തിരക്കില്ലേ? ഞാൻ കണ്ടോ അപ്പൊ ഞാൻ ഓട്ടോറിക്ഷ കളിയാക്കി ഇത്രയൊക്കെ കളിച്ചത്. ഓട്ടോറിക്ഷ ഇന്നൂസിനാണോ ചായ ആണോ? ഇന്നു ഇന്നൂസേ എന്തോ വരണ അവിടെ നിങ്ങടന്ന് താറാവണോ കൊളക്കോഴിയാ ഇവന്നില്ലേ? ആ ഓട്ടോയില് വായോട്ടാ, ഞങ്ങ അവിടെ വെയിറ്റ് ചെയ്യാ.
പയ്യെ പോടാ. ചോറൊക്കെ കഴിച്ച് ഇന്നൂസ് ദേ പോവുകയാണ്. അത് പറയാ, കൺക്ലൂഷൻ പറയാ. നമുക്ക് കുറച്ച് അങ്ങോട്ട് ചെല്ലട്ടെ. എന്ത് ചെയ്യണ്ടോന്ന് അപ്പൊ എനിക്കൊന്നും പറയാൻ കിട്ടില്ല കേട്ടോ ഗൈസ്. എന്നെ എന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എനിക്ക് റോക്കറ്റ് ഉണ്ടാക്കി തരാന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിക്ക് അബ്ബ കാണിച്ചു തരൂടിനോ. അങ്ങോട്ടോക്ക് അങ്ങോട്ടോക്ക് റോക്കറ്റ് വിടാൻ പോണ്. വായോ. അത് ശരിയായില്ല കേട്ടോ. നല്ല കാച്ചൊക്കെ വേണം. പുറത്താരി പോവേന്. അപ്പനെ തിരിച്ച് വീട്ടിൽ പോയണ്ട്. ഞാൻ ഓടിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എന്നെ ലൈക്ക് ചെയ്യും, ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ, ലവ് യു.